എന്റെ ഇപ്പോഴത്തെ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്ക് തന്നെ അറിയാമല്ല. ഇത്രയും ബിൽഡപ്പിന്റെ ആവശ്യമുണ്ടോ എന്ന് ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഒക്കെ തോന്നുമായിരിക്കും, പക്ഷേ എനിക്ക് എന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാണുമ്പോൾ തന്നെ ഏകദേശം ആർക്കെങ്കിലും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും, എന്നാലും ഞാൻ തന്നെ പറയാം. ഇതിന് മുന്നേ ഒരു വട്ടം ഞാൻ അവിടെ പോയതാണ് ഈ കാണുന്നത്. അന്ന് ഞാൻ കയ്യിൽ സാധനം എടുത്തിട്ട് പോലും വേണ്ടാന്ന് പിന്നെ അവിടെ വെച്ചിട്ട് പോകുന്ന ഒരാളാണ്. പലവട്ടം എന്നിട്ട് അവിടുത്തെ ചേട്ടനെ ഞാൻ വിളിച്ച് ശല്യം ചെയ്യുകയും ചെയ്തു. എന്നിട്ടും സ്വയം വേണ്ടാന്ന് തീരുമാനിക്കും. വേറൊന്നുമല്ല, എന്റെ പിശുക്ക് തന്നെയാണ് അതിന് കാരണം. ഒത്തിരി വട്ടം ഹരിച്ചു കുണിച്ച് അവസാനം ഞാൻ ആ തീരുമാനം എടുത്തു. എനിക്ക് വേണ്ടി ഞാനിത് ചെയ്തില്ല പിന്നെ ആര് ചെയ്യാനല്ലേ? വല്ലപ്പോഴൊക്കെ ഞാൻ എന്നെ തന്നെ ഒന്ന് സ്നേഹിക്കണ്ടേ? ഇത് ദാബിക്ക് ബാറ്റേന്ന് ഒരു ഷൂസ് വാങ്ങണമായിരുന്നു. അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ ഇത് അങ്ങോട്ട് പോകാൻ ഇറങ്ങി. പോകുന്ന വഴി പിന്നെ മനസ്സിനൊരു ചാഞ്ചാട്ടം. എന്നാൽ പിന്നെ കടുപ്പത്തിൽ ഒരു ചായ കുടിച്ചാൽ തീരുമാനം ഉറപ്പിച്ചേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ കയറി. കടുപ്പത്തിൽ ചായ തലക്ക് പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ തീരുമാനത്തിൽ ഉറച്ചു. അതാ ഞാൻ നമ്മുടെ ചേർത്തലയിലെ സെല്ലുലാർ വേൾഡിലെത്തി. അവിടെ നിന്നാണ് ഞാൻ ഇതിനു മുന്നേ ഒക്കെ ഫോൺ എടുത്തിട്ടുള്ളത്. അവിടെ എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടനുണ്ട്, എന്റെ ചേട്ടന്റെ ഫ്രണ്ട്. ഞാൻ വീണ്ടും എടുക്കാൻ വരുമെന്ന് ഉറപ്പില്ലാഞ്ഞിട്ട് പോലും പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി ആ ഫോൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് കളർ തന്നെ വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലവട്ടം ഞാൻ പുള്ളിയെ പറ്റിച്ചെങ്കിലും അവസാനം ഞാൻ അവിടെ എത്തി. ചെന്ന ദിവസമാണ് ചേട്ടനോട് ഇല്ലായിരുന്നു. ചില സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു തോന്നൽ വരത്തില്ലേ, ഐ ഡിസേർവ് സംതിങ് ബെറ്റർ. ആ ഒരു തിരിച്ചറിവാണ് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. കൂടുതലൊന്നും നോക്കേണ്ട, അതങ്ങ് എടുക്കാതെ പിന്തുണയായിട്ട് അഭിയും. എന്റെ കുറെ നാളായിട്ടുള്ള സ്വപ്നവും ആഗ്രഹവും ഒന്നുമല്ല. കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ആവശ്യം എനിക്കുണ്ടെന്ന് എനിക്ക് സ്വയം മനസ്സിലായി. അങ്ങനെ ഞാനും എടുത്തൊരു ഐഫോൺ 17. ഇപ്പൊ റോഡിൽ ഇറങ്ങിയ എല്ലാവരുടെയും കയ്യിൽ ഐഫോൺ തന്നെയാണ്. അപ്പൊ ഇതൊരു വലിയ കാര്യമല്ലെന്ന് എനിക്ക് സ്വയം അറിയാം. പിന്നെ ഇത്രയും ബിൽഡപ്പ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കല്യാണത്തിന് പോലും വ്യക്തമായ പ്ലാനിൽ എല്ലാം ബഡ്ജറ്റിൽ നിർത്തി 10 രൂപ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടാതെ ചെയ്തൊരു വെങ്കച്ചാണ് ഞാൻ. ഒരു പ്രായം വരെ വേണ്ടതെല്ലാം ഞാൻ വാങ്ങിച്ചു കൂട്ടിയിട്ട് ഒരു പ്രായം കഴിഞ്ഞപ്പോൾ എല്ലാം മനസ്സിലാക്കി സ്വയം അഡ്ജസ്റ്റ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം എനിക്ക് വേണ്ടി ഞാനൊരു കാര്യം ചെയ്തു. അങ്ങനെ ആ ഒരു ആത്മസംതൃപ്തിയിൽ ബില്ലും പേ ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ.